ചന്ദ്രിക ദിനപത്രം 2025 ആഗസ്റ്റ് 29 വെള്ളി. വെള്ളിത്തെളിച്ചം പങ്ക്തിയിൽ TH ദാരിമി എഴുതുന്നു: അനുരാഗത്തിൻ്റെ അർത്ഥതലങ്ങൾ. ഞാൻ കടന്നു വരുമ്പോൾ ആരും ബഹുമാനപൂർവ്വം എഴുന്നേറ്റ് നിൽക്കരുത് എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അറബികളുടെ സംസ്കാരത്തിൽ അത്തരമൊരു ആദരവിൻ്റെ പ്രകടനം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം നബിതങ്ങൾ ഒപ്പം തന്നെ പറഞ്ഞു അത് അനറബികളുടെ സമ്പ്രദായങ്ങളിൽപ്പെട്ടതാണ്. അല്ലെങ്കിൽ അത്തരമൊരു ബഹുമാന പ്രകടനം തനിക്ക് വേണ്ട എന്ന് നബിതങ്ങൾ തൻ്റെ വിനയം കൊണ്ട് താല്പര്യപ്പെട്ടതുമാവാം. ഏതായാലും ഒരിക്കൽ നബിതങ്ങൾ ഒരു സദസ്സിലേക്ക് കടന്നു വന്നു. സദസ്സിൽ ഇരിക്കുന്നവർ തങ്ങൾ പറഞ്ഞതുപോലെ എഴുന്നേൽക്കാതെ തന്നെ ബഹുമാനങ്ങൾ പ്രകടിപ്പിച്ചു. പക്ഷേ കൂട്ടത്തിൽ അയാൾ പോലും അറിയാതെ എന്ന മട്ടിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നു. ഇത് ഞാൻ വിലക്കിയതായിരുന്നില്ലേ? നബിതങ്ങൾ തെല്ല് ഗൗരവത്തോടെ ആരോഞ്ഞു. എഴുന്നേറ്റ് നിന്നത് ഹസൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അറേബ്യ കണ്ട മികച്ച കവികളിൽ ഒരാൾ. അവസാനം നബി തിരുമേനിയുടെ സ്വന്തം കവിയാകാനുള്ള ഭാഗ്യം കിട്ടിയ മഹാനായ സ്വഹാബി വര്യൻ. അദ്ദേഹത്തിൻ്റെ സാധാരണ സംസാരങ്ങൾ പോലും പലപ്പോഴും കാവ്യത്തിലേക്ക് തെന്നിമാറുന്നതായി കാണാം. അത്രയും സമ്പന്നനായ കവി. 2 വരി കവിതകൾ കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം: എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകനെ കാണുമ്പോൾ എഴുന്നേൽക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിർബന്ധമാണ്. നിർബന്ധങ്ങൾ ഉപേക്ഷിക്കുക എന്നത് ശരിയാവില്ല. തുടർന്ന് അദ്ദേഹം ചോദിച്ചു: പിന്നെ ഇത്രയും വലിയ ഒരു പ്രഭാവം കാണുന്ന ബുദ്ധിയും വിവേകതയുമുള്ള ഒരാൾ എങ്ങനെ എഴുന്നേൽക്കാതിരിക്കാനാണ്? മഹാനായ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുരാഗത്തിൻ്റെ ഒരു രംഗമാണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെ രംഗങ്ങൾ ഇങ്ങനെ കാണുകയല്ലാതെ ഈ അനുരാഗത്തെയും പ്രണയത്തെയുമൊന്നും നിർവചിക്കാൻ നമുക്ക് കഴിയില്ല എന്നതാണ് വാസ്തവം. കാരണം അതൊരു അനുഭവവും അനുഭൂതിയുമാണ്. അതൊരു ഉൾക്കൊള്ളലും ആവാഹിക്കലുമാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ള അനുരാഗം നിർവചനത്തിന് അതീതമാണ് എന്ന് തൻ്റെ ഒരു കൃതിയിൽ പറയുന്നത്. പ്രവാചകനോടുള്ള അനുരാഗത്തെക്കുറിച്ചും അത് വിശ്വാസിയുടെ വിശ്വാസത്തെ ഏതു വിധമെല്ലാം സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചുമുള്ള ചിന്തകൾ സജീവമാകുന്ന ഈ കാലത്ത് അനുരാഗത്തെ കുറച്ചുകൂടി അടുത്തു നിന്ന് അറിയുന്നത് നന്നായിരിക്കും. അത് ഹ്രസ്വമായി ഒരിടത്ത് വിവരിച്ചു തരുന്നുണ്ട്. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അനുരാഗത്തിൻ്റെ ന്യായവും കാരണവും 3 എന്നും അതിനാൽ അത് 3 വിധമാണ് എന്നും അദ്ദേഹം പറയുന്നു. അഴകിനെ ആധാരമാക്കി ഉണ്ടാകുന്ന അനുരാഗമാണ് അവയിൽ 1. അഴകുള്ള ഒരു വ്യക്തിയെയോ ദൃശ്യത്തെയോ സംഭവത്തെയോ കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന സ്നേഹവായ്പാണത്. അത് ഇഷ്ടം എന്നും വ്യവഹരിക്കപ്പെടും. ഇത്തരമൊരു അനുരാഗത്തിൻ്റെ ഉദാഹരണമാണ് നാം പറഞ്ഞ രംഗത്ത് ഹസൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനുണ്ടായത്. അദ്ദേഹത്തിന് പ്രവാചകൻ്റെ അഴകിനെ വർണ്ണിക്കുകയും വിവരിക്കുകയും ചെയ്യുന്ന നിരവധി സുപ്രസിദ്ധമായ വരികളുണ്ട്. അവർണ്ണനീയമായ അനുരാഗത്തിൻ്റെ വൃഷ്ടി അവയിലെ ഓരോ വാക്കിലും അനുഭവിക്കും. അവയിലൊന്നിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്: അങ്ങയേക്കാൾ അഴകുള്ള ഒരാളെയും എൻ്റെ കണ്ണുകൾ കണ്ടിട്ടില്ല. അങ്ങയോളം സൗകുമാര്യമുള്ള ഒരാളെയും ഒരു സ്ത്രീയും പ്രസവിച്ചിട്ടില്ല. അങ്ങ് ആവശ്യപ്പെട്ടതുപോലെ എന്നോണം ഒരു ന്യൂനതയും ഇല്ലാതെ അങ്ങ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കണ്ടു നിൽക്കുന്നവരിൽ അനുരാഗം നിറക്കുന്ന സൗന്ദര്യധാമമായിരുന്നു നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് ചരിത്രമാണ്. നിലാവ് തൂകുന്ന ചന്ദ്രനോടാണ് നഗ്ന നേത്രം കൊണ്ട് നബിയെ കാണാൻ ഭാഗ്യമുണ്ടായ പല സ്വഹാബിമാരും ആ സൗന്ദര്യത്തെ ഉപമിച്ചത്. സ്വഭാവത്തെ ആധാരമാക്കിയുള്ള അനുരാഗമാണ് രണ്ടാമത്തേത്. അഥവാ തിരുസ്വഭാവത്തെയും സമീപനത്തെയും കാണുമ്പോൾ അവയുടെ മനോഹരിതയാൽ ആകർഷിക്കപ്പെട്ട മനസ്സുകളിൽ നിന്ന് നുരഞ്ഞുയരുന്ന അനുരാഗം. 100% അത്തരമൊരു അനുരാഗം അർഹിക്കുന്ന സവിശേഷമായ ജീവിതമായിരുന്നു മഹാനായ നബിയുടേത് എന്നത് ചരിത്രം സംബന്ധിച്ച് അടയാളപ്പെടുത്തി വച്ചതാണ്. ആ സ്വഭാവത്തിൻ്റെ സമ്പന്നത ശത്രുവിന് പോലും സമ്മതിക്കേണ്ടി വന്നു. ആ സമീപനങ്ങളുടെ മനോഹാരിതയുടെ മുൻപിൽ തർക്കങ്ങൾ കെട്ടറ്റ് വീണു. ജീവിതകാലം മുഴുവനും വിടാതെ വേട്ടയാടിയവർ ആ മനസ്സിൻ്റെ വിട്ടുവീഴ്ചയുടെ മുൻപിൽ അന്തിച്ചു നിന്നുപോയി. മരണം കുന്തിരക്കം പുകച്ച് അടുത്തു വന്ന് നിൽക്കുമ്പോൾ പോലും സമ്പാദ്യങ്ങൾ മുഴുവൻ പാവപ്പെട്ടവർക്ക് എടുത്തു കൊടുക്കുന്ന ആ ദാനശീലം സമാനതകളില്ലാത്തതാണ്. ബിലാലിൻ്റെ തൊലിക്കറുപ്പിന് വേണ്ടി അബൂദറിനോട് കയർക്കുന്ന ആ സന്മനസ് അനുഭവമാണ്. ജീവിതവാദിയോട് ഏറ്റവും മാന്യത കാണിക്കുന്നവനാണ് നിങ്ങളിൽ യഥാർത്ഥ മാന്യൻ എന്ന് പറയുമ്പോൾ ആ മഹോന്നതനായ കുടുംബനാഥൻ എല്ലാവരുടെയും ബഹുമാനപാത്രമാവുകയാണ്. അനാഥയുടെ മുൻപിൽ വെച്ച് സനാഥയെ ഓമനിക്കരുതെന്ന് പറയുമ്പോൾ ആ മനസ്സിൻ്റെ നൈർമല്യം എല്ലാ അതിരുകളെയും ഭേദിക്കുകയാണ്. കുട്ടികളുടെയും യുവജനങ്ങളുടെയും അടിമകളുടെയും സ്ത്രീകളുടെയും കർഷകരുടെയും കച്ചവടക്കാരുടെയും നയതന്ത്രജ്ഞരുടെയും ഭരണാധികാരികളുടെയും എല്ലാം ലോകത്തേക്ക് മന്ദം മന്ദം കടന്നു ചെല്ലുന്ന ആ പ്രവാചകമാരുതൻ ലോകത്തിൻ്റെ ഏതിഷ്ടത്തിനും സ്നേഹത്തിനും തികച്ചും അർഹനാണ്.
മൂന്നാമത്തേത് ഉപകാരത്തെ ആധാരമാക്കിയുള്ള സ്നേഹമാണ്. ഒരാൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു തരുമ്പോൾ അയാളോട് നമുക്ക് സ്നേഹമുണ്ടാവുക സ്വാഭാവികമാണ്. കാരണം അത് അയാൾ തൻ്റെ മനസ്സിൻ്റെ നന്മ കൊണ്ട് കാണിക്കുന്ന സ്നേഹവും ചെയ്യുന്ന ദാനവുമാണ്. മഹാനായ പ്രവാചകൻ ആ അർത്ഥത്തിലും ലോകത്തിൻ്റെ എല്ലാ സ്നേഹത്തിനും അർഹനാണ്. കാരണം ലോകത്തിന് അത്രമേൽ ഉപകാരങ്ങളാണ് നബി തങ്ങൾ ചെയ്തത്. അതുതന്നെ അചിന്തനീയമായ എതിർപ്പുകളെയും അസഹനീയമായ പ്രതിബന്ധങ്ങളെയും സഹിച്ചും മറികടന്നും കൊണ്ടാണ്. ആ ജീവിതത്തിന് അവഗണന നേരിടേണ്ടി വന്നു. ശ്വാസം അടക്കി പിടിച്ച് ഒളിച്ചിരിക്കേണ്ടി വന്നു. ഊരിപ്പിടിച്ച വാളുകൾക്ക് മുൻപിലൂടെ തലകുനിച്ച് മാറേണ്ടി വന്നു. വിശപ്പും ദാഹവും സഹിക്കേണ്ടി വന്നു. യുദ്ധങ്ങൾ നേരിടേണ്ടി വന്നു. അപ്പോഴെല്ലാം മഹാനുഭാവൻ അതെല്ലാം ധീരമായി നേരിട്ടതും മുന്നോട്ട് ഗമിച്ചതും അറേബ്യയിലെ രാജാവാകാൻ വേണ്ടിയായിരുന്നില്ല. അറേബ്യയുടെ നിധികുംഭങ്ങൾ സ്വന്തമാക്കാനുമായിരുന്നില്ല. നേതാവിൻ്റെ മേലങ്കി അണിയാനായിരുന്നില്ല. അവയെല്ലാം കയ്യെത്താവുന്ന ദൂരത്ത് വരെ വന്നു നിന്നപ്പോഴും അതൊന്നും വേണ്ട എന്ന് വെച്ചത് ആ ജീവിതത്തിൽ നാം ഒരുപാട് കണ്ടതും കേട്ടതുമാണല്ലോ. ജനങ്ങളുടെ ജീവിതം രണ്ടു വീട്ടിലും സുരക്ഷിതമാകുക എന്നതിലപ്പുറം മറ്റൊന്നും അവർ ചിന്തിച്ചില്ല എന്ന് പറയുമ്പോൾ ആ ഉപകാരങ്ങൾ എത്രമാത്രം നിഷ്കളങ്കമായിരുന്നു എന്നത് മനസ്സിലാക്കാം. സ്വന്തം ജീവനേക്കാൾ നബി തങ്ങൾ ഈ വിമോചനത്തെ മഹത്തരമായി കണ്ടു. ഉഹദ് രണാങ്കണത്തിൽ സ്വന്തം ജീവൻ അപകടപ്പെട്ട സാഹചര്യത്തെക്കുറിച്ച് അതായിരുന്നില്ലേ അങ്ങയുടെ ജീവിതം കണ്ട ഏറ്റവും വലിയ വേദന എന്ന് ആയിഷ ബീവി ചോദിക്കുമ്പോൾ, അല്ല, അന്ന് ത്വായിഫുകാർക്ക് വിമോചനത്തിൻ്റെ ആദർശം എത്തിക്കാൻ കഴിയാതെ പോയതാണ് ഏറ്റവും വേദനയുളവാക്കിയ സംഭവം എന്ന് പ്രസ്താവിക്കുമ്പോൾ ആ താല്പര്യങ്ങൾ എത്രമാത്രം പവിത്രവും മഹത്തരവും ആയിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നു. അങ്ങനെ അതും അന്ത്യപ്രവാചകനോടുള്ള അനുരാഗത്തിൻ്റെ മറ്റൊരു ഇനവും കാരണവുമായി മാറുന്നു. ഇവയെല്ലാം അനുരാഗത്തിൻ്റെ ന്യായങ്ങളാണ്. ഇനി ചിന്തിക്കാനുള്ളത് അതിൻ്റെ പ്രായോഗികതയെക്കുറിച്ചാണ്. അതായത് ആ സ്നേഹം പ്രവൃത്തിപഥത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയകൾ ഏതെല്ലാമാണ് എന്നതിനെക്കുറിച്ചാണ്. അതൊറ്റ വാക്കിൽ പറഞ്ഞാൽ 4 വിധേനയാണ്. 4-ൽ 1 4 ചേർന്ന വിധം. 1. ആ പ്രവാചകൻ കൊണ്ടുവന്ന എല്ലാം സത്യമാണ് എന്ന് വിശ്വസിക്കുക. തൻ്റെ ബുദ്ധിക്കും യുക്തിക്കും വിലയിരുത്തലിനും വിധേയപ്പെടുന്നവ മാത്രം സ്വീകരിക്കുകയും അല്ലാത്തവയെല്ലാം അവഗണിക്കുകയും ചെയ്യുന്ന പുതിയ പ്രവണത സത്യത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. 2. ആ പ്രവാചകൻ കൽപ്പിച്ചതെല്ലാം അനുസരിക്കുക. അതെല്ലാം ഐച്ഛികങ്ങൾ മാത്രമല്ലേ എന്ന് ചോദിക്കുകയും പറ്റിയത് മാത്രമെടുത്ത് മുസ്ലിം ചമയുകയും ചെയ്യുന്ന പുതിയ കാലത്തിൻ്റെ പ്രവാചക സ്നേഹം സത്യത്തിൽ കാപട്യമാണ്. 3. ആ പ്രവാചകൻ കൊണ്ടുവന്നു തന്നതല്ലാത്തതൊന്നും ആരാധനയായി ചെയ്യാതിരിക്കുക. ആരാധനകൾ വിവരിച്ചു തരാനും കാണിച്ചു തരാനും പഠിപ്പിക്കാനും അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് മഹാനായ നബി തങ്ങൾ. എന്നിരിക്കെ ആരാധന എന്ന അർത്ഥത്തിൽ വിശ്വാസികൾ സ്വന്തമായി ഒന്നും ആവിഷ്കരിക്കേണ്ടതില്ല. അതേസമയം ആരാധനയുടെയും അതിൻ്റെ അടിസ്ഥാനമായ വിശ്വാസത്തിൻ്റെയും കൂട്ടിയെടുക്കാൻ വേണ്ടി ചെയ്യുന്നതും പ്രമാണങ്ങളിൽ വ്യക്തമായ വിലക്ക് വന്നിട്ടില്ലാത്തതുമായ നബിയെ പുകഴ്ത്തുകയൊക്കെ ചെയ്യുന്നത് പോലെയുള്ള അനുബന്ധങ്ങൾ ഈ ഗണത്തിൽ ഉൾപ്പെടുകയില്ല. അവ വിശ്വാസികൾക്ക് പ്രത്യേക ഉന്മേഷത്തിൻ്റെയും ഊർജത്തിൻ്റെയും സ്രോതസ്സുകളാണ്. 4. ആ പ്രവാചകനെ നാം എന്തിനേക്കാളും ആരെക്കാളും ആത്മാർത്ഥമായി സ്നേഹിക്കുക. ഈ 4ാമത്തെ ബാധ്യതയാണ് നാം പറഞ്ഞു തുടങ്ങിയത്. ഈ സ്നേഹമാണ് നമ്മുടെ വിശ്വാസ സംഹിതയുടെ അർദ്ധാംശമായ മുഹമ്മദ് റസൂലുള്ള എന്ന തിരിച്ചറിവിലേക്ക് മനുഷ്യൻ്റെ മനസ്സുകളെ എത്തിക്കുന്നത്. ആ സ്നേഹം മനസ്സിൽ അങ്കുരിക്കാൻ പ്രവാചകനെപ്പറ്റി ഇനിയും ഒരുപാട് പറഞ്ഞും കേട്ടും പഠിച്ചും പഠിപ്പിച്ചും പങ്കുവച്ചും നാം നടക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. തയ്യാറാക്കിയത് ധിഷണ അക്കാദമി ഇരുമ്പുഴി. ശബ്ദം KVA അസീസ് ചുങ്കത്തറ.